തലസ്ഥാനത്ത് ഭർത്തൃമാതാവിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികൾ പിടിയിലായതോടെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന ഒളിവ് ജീവിത വിവരങ്ങൾ. തിരുവനന്തപുരം തിരുവല്ലം സ്വദേശിനി 23-കാരി ഷഹനയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഷഹനയുടെ ഭർത്താവ് കാട്ടാക്കട പെരുങ്കുളം മാർക്കറ്റ് റോഡ് SN ഹൌസിൽ 27-കാരനായ നൌഫൽ, അമ്മ സുനിത, അച്ഛൻ നജീം എന്നിവർ അറസ്റ്റിലാകുന്നത്. യുവതി തൂങ്ങി മരിച്ചതിന് പിന്നാലെ ഒളിവിൽ പോയ ഇവരെ രഹസ്യവിവരത്തെ തുടർന്നാണ് കാട്ടാക്കട ബന്ധുവിന്റെ വീട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും. പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഡിസംബർ 26-നാണ് വണ്ടിത്തടത്തുള്ള വീട്ടിൽ ഷഹനെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സംഭവം വിവാദമായതോടെ യുവതിയുടെ ഭർത്താവും ഭർത്തൃമാതാവും ഭർത്തൃപിതാവും വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. യുവതി തൂങ്ങി മരിച്ചത് അറിഞ്ഞതോടെ യുവതിയുടെ ഭർത്താവും ഭർത്താവിന്റെ അനിയനും അച്ഛനും അമ്മയുമൊക്കെ 1 ലക്ഷത്തോളം രൂപ ചിലവാക്കി വസ്ത്രങ്ങളും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിയാണ് കാട്ടാക്കടയിലെ വീട്ടിൽ നിന്ന് കാറിൽ കടക്കിലുള്ള ബന്ധു വീട്ടിലേക്ക് മാറുന്നത്. തുടർന്ന് ബന്ധുവിന്റെ കാറിൽ ഇവർ കോയമ്പത്തൂരിലേക്ക് കടന്നു കളഞ്ഞു. ഈ യാത്രയിലോ അല്ലെങ്കിൽ ഇവർ പോകുന്ന വഴിയിൽ ഒന്നും തന്നെ ഇവരുടെ സ്വന്തം മൊബൈൽ ഫോണുകൾ ഒന്നും തന്നെ ഇവർ ഉപയോഗിച്ചില്ല. പോലീസ് പിന്നാലെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഇവർ ഡിണ്ടിഗൽ, മധുര, സേലം, ബാംഗ്ലൂർ, ഹൈദരാബാദ്, വിജയവാഡ എന്നിവിടങ്ങളിലൊക്കെ മാറി മാറി താമസിച്ചു. വഴിയിൽ കണ്ട പലരുടെയും ഫോണുകളിലൂടെയാണ് ഇവർ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇവരുടെ ഓരോ വഴികളും പോലീസ് നിരീക്ഷിച്ചു. കയ്യിൽ കരുതിയിരുന്ന പണമൊക്കെ തീർന്നതോടെ ഇവർ ചൊവ്വാഴ്ച കാട്ടാക്കടയിലുള്ള ബന്ധുവിന്റെ വീട്ടിലെത്തിയിരുന്നു. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ തന്നെ ഇവരുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ച പോലീസ് സ്ഥലത്തെത്തി ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതിന് പിന്നാലെ ആ പെൺകുട്ടിയുടെ സ്വത്തും പണവുമെല്ലാം കൈക്കലാക്കിയതിന് ശേഷമാണ് ആ കുട്ടിയെ ഇഷ്ടമല്ല എന്ന് അമ്മായിയമ്മ പറയുകയും തുടർന്ന് മകനെ വിട്ട് വേറൊരു വിവാഹം നടത്താനായിട്ട് ശ്രമിക്കുകയും ഇതിന് പിന്നാലെ ഇവർ 3 മാസമായി ഭർത്താവും ഭാര്യയുമായി, അതായത് യുവതിയുടെ ഭർത്താവുമായി അകന്ന് താമസിക്കുകയായിരുന്നു. ഇതിനിടെയുണ്ടായ പ്രശ്നങ്ങളിൽ മനം നൊന്താണ് യുവതി ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 26-നാണ് ഷഹന ഷാജി വണ്ടിത്തടത്തെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിക്കുന്നത്. ഭർത്താവ് നൌഫലുമായി 3 മാസമായി, അതായത് യുവതിയുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും കാരണമായിരുന്നു യുവതിക്ക് ഭർത്താവുമായി തന്നെ 3 മാസമായി അകന്ന് താമസിക്കേണ്ടി വന്നത്. ഭർത്തൃ വീട്ടുകാർ എന്ത് ചെയ്തിരുന്നാലും നൌഫൽ ഒരു അക്ഷരം സംസാരിക്കാറില്ല, ഒരു അക്ഷരം അവരെ തിരിച്ചു പറയാറില്ല. ഇതൊക്കെ യുവതിയിൽ ഒരുപാട് വേദനകൾ സമ്മാനിച്ചിരുന്നു. ഭർത്താവ് നൌഫലുമായി 3 മാസം പിരിഞ്ഞ് താമസിച്ചിരുന്നു. 3.5 വർഷം മുമ്പ് ഇവരുടെ വിവാഹം നടന്നു. ഇവർക്ക് 2 വയസ്സുള്ള ഒരു മകനുണ്ട്. ഭർത്തൃ വീട്ടുകാരുടെ നിരന്തര മാനസിക പീഡനവും ഉപദ്രവവുമായിരുന്നു യുവതിയുടെ ആത്മഹത്യക്ക് കാരണമെന്നാണ് ബന്ധുക്കൾ പരാതി നൽകുന്നത്. ഭർത്താവ് നൌഫലിന്റെയും അമ്മ സുനിതയുടെയും പീഡനത്തെ തുടർന്ന് ഷഹന വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഭർത്തൃ വീട്ടിൽ നിന്ന് ശാരീരികവും മാനസികവുമായ പീഡനമാണ് യുവതി നേരിട്ടിരുന്നത്. ഷഹനയുടെ മരണത്തിന് പിന്നാലെയാണ് ഇവർ ഒളിവിൽ പോയതും. മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് കടയ്ക്കൽ ഭാഗത്തെ വീട്ടിലുണ്ടെന്ന് കണ്ടെത്തിയത്. എന്നാൽ പ്രതികളെ പിടികൂടാൻ കടയ്ക്കൽ പോലീസിന്റെ സഹായം തേടുകയായിരുന്നു. മൊബൈൽ ലൊക്കേഷൻ അടക്കം നൽകി. എന്നാൽ ഈ വിവരം നിലവിൽ കടയ്ക്കൽ പോലീസിലെ സിവിൽ പോലീസ് ഓഫീസർ നവാസ് പ്രതികളെ അറിയിക്കുകയും കാറും മൊബൈലും ഒക്കെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് സിവിൽ പോലീസ് ഓഫീസർ നവാസിനും സസ്പെൻഷൻ നേരിടേണ്ടി വന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 26 വൈകിട്ട് ഷഹന ജീവനൊടുക്കുകയായിരുന്നു. ഭർത്തൃമാതാവിന്റെ പീഡനങ്ങളായിരുന്നു യുവതി സ്വന്തം വീട്ടിൽ ജീവനൊടുക്കാൻ കാരണമായത്. ഭർത്തൃ വീട്ടിൽ സഹോദരന്റെ മകന്റെ പിറന്നാൾ ദിനത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൌഫൽ യുവതിയുടെ വീട്ടിലെത്തിയിരുന്നു. 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഭർത്താവ് ബലമായി എടുത്തുകൊണ്ടുപോയി. ഇതിന് പിന്നാലെയാണ് യുവതി ജീവനൊടുക്കിയത്. ഭർത്തൃ വീട്ടുകാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരും ബന്ധുക്കളും പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു. ഷഹനയുടെ ഭർത്തൃമാതാവ് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നു. ഒരിക്കൽ ദേഹോപദ്രവം ഏൽപ്പിച്ചു. ഷഹനയുടെ മർദ്ദനമേറ്റ ചിത്രങ്ങളടക്കം കുടുംബം പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവതി തൂങ്ങി മരിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. സഹോദരപുത്രന്റെ ജന്മദിനാഘോഷത്തിന് കൂട്ടിക്കൊണ്ടുപോകാനായി ഭർത്താവ് ഷഹനയുടെ വീട്ടിലെത്തി. എന്നാൽ നേരിട്ട് ക്ഷണിക്കാത്തതിനാൽ താൻ അവിടെ പങ്കെടുക്കില്ല എന്ന് യുവതി പറഞ്ഞിരുന്നു. തുടർന്ന് ഭർത്താവ് കുഞ്ഞിനെയും എടുത്ത് വീട്ടിൽ നിന്ന് പോയി. ഇതോടെ മുറിക്കുള്ളിൽ കയറി വാതിലടച്ച യുവതിയെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഭർത്തൃമാതാവിൽ നിന്ന് നിരവധി തവണ മർദ്ദനമേറ്റിരുന്നു. ഷഹനയുടെ ഭർത്താവിനൊരു ശസ്ത്രക്രിയ വേണ്ടി വന്നപ്പോൾ ഈ സമയത്ത് ആശുപത്രിയിലെ ചില രേഖകളിൽ ആരൊപ്പിടണം എന്ന് സംബന്ധിച്ച് ഷഹനയുടെ ഭർത്തൃമാതാവും ഷഹനയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഭർത്തൃമാതാവ് ഷഹനയെ മർദ്ദിച്ചു, കടിച്ച് പരിക്കേൽപ്പിച്ചെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഷഹനയെ ആരുപദ്രവിച്ചാലും ഭർത്താവ് മിണ്ടാതിരിക്കും. കോവിഡ് സമയത്തായിരുന്നു ഇവരുടെ വിവാഹം. പെൺകുട്ടിയെ മാത്രം മതിയെന്ന് പറഞ്ഞ് ആലോചനയുമായി ഇവർ വന്നു. ഈ സമയം 75 പവന് സ്ഥലവും നൽകി. എന്നാൽ ഭർത്താവിന്റെ സഹോദരന്റെ വിവാഹം കഴിഞ്ഞതോടെ ഷഹനയെ ഭർത്തൃ
വീട്ടുകാർക്ക് വേണ്ടാതെയായി. നീ കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്നതല്ലേ, നീ പാവപ്പെട്ട വീട്ടിലെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ മാതാവ് ഷഹനയെ ഉപദ്രവിച്ചിരുന്നു. എത്രയും വേഗം തന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും എന്ത് വേണമെങ്കിലും തരാമെന്നായിരുന്നു ഭർത്തൃ മാതാവ് നിരന്തരം ഭീഷണിപ്പെടുത്തിയത്. മകനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണമെന്നാണ് ഷഹനയുടെ മുഖത്ത് നോക്കി പറഞ്ഞതെന്നാണ് പിതൃ സഹോദരിയും ആരോപിക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. സംഭവത്തിൽ ഇപ്പോൾ പ്രതികൾ പിടിയിലായതോടെ തന്നെ യുവതിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് തിരുവല്ലം പോലീസും അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.